പ്രിയമുള്ളവരെ, ജൂൺ 19 ആരംഭിച്ച വായനാ ദിന ആചരണം ഇന്ന് 25 അവസാനിക്കുകയാണ്. ജൂൺ 19 നമ്മൾ വായനാ ദിന ചരിത്രം തന്നെ വായിച്ചു കേട്ടു. എന്നാൽ ഇന്ന് സമാപന ദിവസം മറ്റൊരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇതൊരു സവിശേഷ ചരിത്ര സംഭവമാണ്. അത് ഇന്ന് തന്നെ വായിക്കാൻ കാരണം, ആ സംഭവം നടന്നിട്ട് ഇന്ന് ഈ 2026 ജൂൺ 25 51 വർഷങ്ങൾ തികയുകയാണ്. നമ്മൾ ഏറെയൊന്നും വായിക്കുകയോ എഴുതുകയോ അറിയുകയോ ചെയ്യരുതെന്ന് അന്നത്തെ ഭരണകൂടം ആഗ്രഹിച്ച 1975 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയുന്നത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. 1971 5ാമത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ എതിരാളിയായി മത്സരിച്ചത് സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന രാജ് നാരായണനായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഭരണയന്ത്രം ദുരുപയോഗം ചെയ്തും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയുമാണ് വിജയിച്ചത് എന്നാരോപിച്ച് രാജ് നാരായണൻ യുപിയിലെ അലഹബാദ് ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് കേസ് നൽകി. ഈ കേസിൽ 1975 ജൂൺ 12 വിധി വന്നു. ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുമാണ് വിജയിച്ചതെന്ന് കണ്ടെത്തിയതുകൊണ്ട് ഇവരുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നു എന്നായിരുന്നു ആ വിധി പ്രസ്താവം. ഇതുമാത്രമല്ല, ഇന്ദിരാഗാന്ധിക്ക് തുടർന്നുള്ള 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഈ വിധി വന്നയുടനെ തന്നെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സുപ്രീം കോടതി ഈ അപ്പീൽ പരിഗണിക്കുന്നത് 12 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 24 ആ അപ്പീൽ പരിഗണിച്ചതാവട്ടെ നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ ആയിരുന്നു. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി പ്രസ്താവം ശരിവെച്ചുകൊണ്ടുള്ളതായിരുന്നു ജസ്റ്റിസ് കൃഷ്ണ അയ്യരുടെ വിധി. എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയാണ് ഇന്ദിരാഗാന്ധി വിജയം കൈവരിച്ചതെങ്കിലും ഭരണഘടന അനുസരിച്ച് വേണമെങ്കിൽ ഇവർക്ക് പ്രധാനമന്ത്രിയായി തുടരാമെന്നായിരുന്നു ആ വിധി. ഈ വിധി വന്നയുടനെ തന്നെ രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളും മറ്റ് നിരവധി പ്രസ്ഥാനങ്ങളും ഒക്കെ കോൺഗ്രസിനെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയും ഒക്കെ വലിയ തോതിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്താൻ തുടങ്ങി. തൊട്ടു പിറ്റേ ദിവസം ജൂൺ 25 വൈകിട്ട് ഡൽഹിയിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വലിയ ഒരു റാലി നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ റാലിയിൽ പങ്കെടുത്തുവെന്നാണ് ചരിത്രം. ആ റാലി കണ്ടതോടെ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി, സമാനമായ റാലികളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ രാജ്യവ്യാപകമായി ഉണ്ടാകുമെന്നും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തന്റെ ഭരണാധികാരത്തിന് ഭീഷണിയാകുമെന്നും മനസ്സിലാക്കിയപ്പോൾ അന്ന് തന്നെ, അതായത് ജൂൺ 25 അർദ്ധരാത്രിയോടുകൂടി ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തയ്യാറെടുക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന നടപടിക്രമം ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതിയാണ് ചെയ്യേണ്ടത് എന്നതിനാൽ ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം അന്ന് രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതുപോലെയുള്ള അടിയന്തര സന്ദർഭങ്ങളിൽ പാർലമെന്റിലെ 2 സഭകളുടെയും അംഗീകാരത്തോടെ വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന ഭരണഘടനയിൽ പറയുന്ന കാര്യം വകവയ്ക്കാതെ ഇന്ദിരാഗാന്ധി ഏകപക്ഷീയമായി തീരുമാനിക്കുകയും രാഷ്ട്രപതിയെ കൊണ്ട് ഇതിൽ ഒപ്പുവയ്പ്പിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ വിവരം റേഡിയോ വഴി സംപ്രേഷണം ചെയ്യുകയും ഉണ്ടായി. ആ റേഡിയോ സംപ്രേഷണം പുറത്തു വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ആളുകൾ പോലും നടപ്പിലാക്കപ്പെട്ട അടിയന്തരാവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ 3 മണിക്കൂറിനുള്ളിൽ തന്നെ രാജ്യത്തെ മുഴുവൻ പത്രസ്ഥാപനങ്ങളിലേക്കുമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നുകൂടി ചരിത്രം പറയുന്നുണ്ട്. മാത്രമല്ല, രാജ്യം ഒരു പത്രക്കുറിപ്പ് കൂടി ഇറക്കുകയുണ്ടായി. ഒരു കാരണവശാലും ഇന്ദിരാഗാന്ധിക്കെതിരെയോ ഭരണത്തിനെതിരെയോ എന്തെങ്കിലും എഴുതുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ കുറ്റമായി കണ്ട് ആ കുറ്റം ചെയ്യുന്നവരെ ജയിലിൽ അടയ്ക്കും എന്നായിരുന്നു താക്കീത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസിൽ തന്നെ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കളായ ശരത് പവാറിനെ പോലുള്ളവര്, ജഗ്ജീവൻ റാമിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ, സോഷ്യലിസ്റ്റ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയുണ്ടായി. അതിനുശേഷം വലിയ അക്രമങ്ങൾ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനത്തിന് നേരെ ഉണ്ടായി.
എന്നും അന്ന് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പോലും ചില അക്രമ പ്രവൃത്തികൾ നടന്നിരുന്നു എന്നും ചരിത്രത്തിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം 1977 മാർച്ച് ആകുമ്പോൾ വിജയപ്രതീക്ഷയിൽ ഇന്ദിരാഗാന്ധി അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും നമ്മുടെ കേരളത്തിലൊഴികെ മറ്റെല്ലായിടങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടു. ഇതോടുകൂടി പരാജയത്തിന്റെ ആഴം ബോധ്യപ്പെട്ട ഇന്ദിരാഗാന്ധി അധികാരം വിട്ടൊഴിയുന്നതിന് തൊട്ടു മുൻപായി അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയുമാണ് ഉണ്ടായത്. ഇതാണ് 1975 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ ചരിത്രം. അപ്പോൾ ഈ സംഭവത്തിന്റെ 51ാം വാർഷിക ദിനമാണ് ഇന്ന് ഈ 2026 ജൂൺ 25.